റോക്ടേൽ എടുത്ത അച്ഛൻ അവിടെ നാടൻ പശുവിന് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സേമൻ കുത്തിവെച്ചു. അപ്പോൾ അവിടുത്തെ കന്നുകാലികൾ, പക്ഷേ സേമൻ ഇറ്റലി. അപ്പോൾ അങ്ങനെയുള്ള കിടാക്കളെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിനും അച്ഛൻ വിജയിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളൊരു കൃഷി മേഖലകളിൽ വലിയ ആൾക്കാരൊക്കെ ആകാനായിട്ടൊക്കെ, അപ്പോൾ അങ്ങോട്ടായി ജീവിത ശ്രദ്ധ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതല്ലല്ലോ നമ്മൾ വിളിക്കപ്പെട്ടത്, ഇനി അങ്ങോട്ട് പോയി അത് ശരിയാകില്ല, അതങ്ങനെ നടക്കട്ടെ, ലേണം ചെയ്യാം. അത് കഴിഞ്ഞാണ് പള്ളി പണിയാൻ തുടങ്ങിയത്. പള്ളി പണിയുമ്പോൾ ചേട്ടന്മാർക്ക് സന്തോഷമായി. അവർ തന്നെ കാനിടുന്നു, മണ്ണിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കുറേ ചെയ്തിട്ടു, പൈസ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പള്ളി പണിതു. അതൊക്കെ പണിത് അതിപ്പോൾ ഇനാഗറേറ്റ് ചെയ്യണ്ടേ. ബിഷപ്പിനെ വിളിച്ചു, ബിഷപ്പ് വന്നു, ഒരു 3 MLA വിളിച്ചു. ഇതൊരു MLA അച്ഛനുണ്ട്, ജേക്കബ് അച്ഛൻ. ഇവിടെ കറണ്ടില്ല. ഞാൻ പറഞ്ഞു അച്ഛാ നമുക്ക് കറണ്ടില്ലാതെ ജീവിക്കാമെന്ന്. എനിക്ക് ബുദ്ധിമുട്ട്. അതിനാണ് എന്നെ കാണുന്ന ദേഷ്യമൊക്കെ തേടിയാൽ പോകും. ഞാനും അങ്ങനെ കുറച്ച് കളിച്ചതാണ്. അപ്പോൾ അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ജേക്കബ് പ്രതീക്ഷ ഉണ്ടാണ്. അപ്പോൾ തന്നെ അവർ മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾ കൈക്കൂലി മേടിക്കാൻ നടക്കാതെ, ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവും. അങ്ങനെ അവർക്ക് സംഗതി മനസ്സിലായി. 3 കിലോമീറ്റർ അകലെ നിന്ന് അവർ കറണ്ട് നമുക്ക് എത്തിച്ചു തന്നു. മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം അടിച്ചു. അതോടൊപ്പം തന്നെ ഗ്രാമത്തിലുള്ള പലർക്കും അപേക്ഷിച്ചവർക്കൊക്കെ കറണ്ട് കിട്ടി. അപ്പോൾ നല്ലൊരു പ്രകാശമായി. അപ്പോൾ നമ്മുടെ പള്ളിയുടെ മുകളിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടായിരുന്നു, അത് കത്തി, അത് പ്രകാശമായി. അവിടെ വെങ്കാരപ്പാന്ന് പറഞ്ഞ അവരുടെ ദൈവമായിരുന്നു. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു ഇവിടെ കുറേ സിസ്റ്റേഴ്സും അച്ഛനും വന്നിട്ടുണ്ട്, അവ യേശുവിൻ്റെ പ്രകാശമാണ്. അതിന് തെളിവാണ് പള്ളി വെഞ്ചരിച്ച് ഞാൻ ഇനാഗറേറ്റ് ചെയ്ത ദിവസമാണ് നിങ്ങൾക്ക് വെളിച്ചം ലഭിച്ചത്. അതുകൊണ്ട് അവരെ ഗ്രാമങ്ങളിലേക്ക് ക്ഷണിക്കുക, ആ ഗ്രാമങ്ങൾ പ്രകാശമായി തീരും.